നമ്മൾ കാത്തു നിൽക്കുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ്. നമുക്ക് എല്ലാവരും കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് മെഡിസിനത്തെ ഇഞ്ചക്ഷൻ, ഇൻഫ്യൂഷൻ, ഹൈഡ്രേഷൻ, IV പുഷ് എന്നിട്ടുള്ള ആ ഒരു ടോപ്പിക്ക്. നോൺ കീമോ ഡ്രഗ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ട് പറയാൻ പോകുന്നത്. അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹൈഡ്രേഷനാണ് പറയുന്നത്. സോ നമുക്ക് ഇൻട്രാവീനിയസ് പുഷിൻ്റെ ഗൈഡ് ലൈൻസും കൂടി നോക്കാം. ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ മെയിനായിട്ട് ഹൈഡ്രേഷൻ പറഞ്ഞു, ഇൻഫ്യൂഷൻ പറഞ്ഞു, ഇൻട്രാവീനിയസ് പുഷ് പറഞ്ഞു, ഓരോന്നിൻ്റെ ഗൈഡ് ലൈൻസ് പറഞ്ഞു, അതിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞു. ഹായ് ഗായ്സ്, വെൽക്കം ടു ഇൻഡസ് ടോക്സ്. അപ്പോൾ ഇന്ന് തംബ്നെയിൽ കണ്ട പോലെ തന്നെ കണ്ടൻറ് വീഡിയോ തന്നെയാണ് ചെയ്യുന്നത്. കുറേ ദിവസമായി ചെയ്തിട്ട്. അപ്പോൾ നിങ്ങളെ എല്ലാവരും നമ്മൾ കാത്തു നിൽക്കുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ്. നമുക്ക് എല്ലാവരും കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് മെഡിസിനത്തെ ഇഞ്ചക്ഷൻ, ഇൻഫ്യൂഷൻ, ഹൈഡ്രേഷൻ, IV പുഷ് എന്നിട്ടുള്ള ആ ഒരു ടോപ്പിക്ക്. അപ്പോൾ എൻ്റെ ഒരു നോളജ് പ്രകാരമുള്ള അറിവ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ട് തരാം. എങ്ങനെയാണ് അത് കുറച്ചും കൂടി സിമ്പിളായിട്ട് നമുക്കത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുക, അതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ നോൺ കീമോ ഡ്രഗ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതിൽ പറയാൻ പോണേ. കീമോ ഡ്രഗ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കമൻറ്റ്സ് ഉണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ അടുത്ത പാർട്ട് 2 ആയിട്ട് ഇതിൻ്റെ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ജോബ് ഡ്രൈവ് വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ജോബ് ഡ്രൈവ് ജൂലൈ 26 വരുന്നത്. അതിന് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആരൊക്കെയാണെന്നുള്ളത് ഞാൻ പ്രീവിയസ് ആയിട്ടുള്ള 2 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കുക, ഗൂഗിൾ ഫോം രജിസ്റ്റർ ചെയ്യുക. എലിജിബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമായിരിക്കും ഇൻഡസിൽ നിന്ന് കോൾ വരിക. അതേപോലെ ജൂലൈ 26 നടക്കുന്നത് തൃശ്ശൂർ വെച്ചിട്ട് ഇൻഡസ് എഡ്യൂക്കേഷനിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു മെഗാ ജോബ് ഡ്രൈവ് ഒക്കെ AAPC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻഡസ് എഡ്യൂക്കേഷൻ വെച്ച് നടക്കുമ്പോൾ മിസ് ചെയ്യാതിരിക്കുക. പിന്നെ പ്രത്യേകമായിട്ട് പറയണു, എപ്പോഴും ഇങ്ങനെ ഔട്ട്സൈഡ് സ്റ്റുഡൻസിന് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. 1 ഇയറോ 2 ഇയർ കൂടുമ്പോഴൊക്കെയാണ് ഔട്ട്സൈഡ് സ്റ്റുഡൻസിന് പറ്റുക. അപ്പോൾ ഔട്ട്സൈഡ് സ്റ്റുഡൻസ് പറ്റുന്നവർ മാക്സിമം നോക്കിക്കോളൂ. അതുപോലെ ബാക്കിയുള്ള ടൈം എല്ലാം ഈ ജോബ് ഡ്രൈവ് കഴിഞ്ഞാൽ തന്നെ ബാക്കിയെല്ലാം നമ്മൾ ഇൻഡസ്ട്രിയിലത്തെ കുട്ടികൾക്ക് മാത്രമാണ് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് നമ്മൾ കൊടുക്കുള്ളൂ. അപ്പോൾ അതൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നായിട്ട് ജൂലൈ 31 നമുക്ക് നെക്സ്റ്റ് ബാച്ചും വരുന്നുണ്ട്. എല്ലാ മന്ത് എൻഡിലും നമുക്ക് ബാച്ചസ് അവൈലബിൾ ആണ്. UAE കാൻഡിഡേറ്റ്സിനും ഇന്ത്യൻ കാൻഡിഡേറ്റ്സിനും ഒരുമിച്ചിരുന്ന് അറ്റൻഡ് ചെയ്യാവുന്ന ഒരു കോഴ്സാണ് ഇൻഡസ് എഡ്യൂക്കേഷൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ നോൺ കീമോ ഡ്രഗ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ട് പറയാൻ പോകുന്നത്. അതിൽ വരുന്ന ഫസ്റ്റ് കാറ്റഗറിയാണ് ഇഞ്ചക്ഷൻ. എന്താണ് ഇഞ്ചക്ഷൻ? ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് എല്ലാവരും അറിയാം, ഒരു പീരീഡ് ഓഫ് ടൈം അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഒരു 1 മിനിറ്റോ അല്ലെങ്കിൽ ഒരു സെക്കൻഡിനോ ഒരു ടൈമിന് മാത്രം, അതിന് വലിയ ടൈം എന്ന് പറഞ്ഞ ഒരു ക്രൈറ്റീരിയ അല്ല, ഒരു നീഡിൽ വെച്ചിട്ട് നമുക്ക് ഇഞ്ചെക്റ്റ് ചെയ്യണതാണ് ഇഞ്ചക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇഞ്ചക്ഷൻ എന്ന് പറയണതിന് നമുക്ക് ടൈമൊന്നും ഒരു ഫാക്ടറല്ല. കാരണം ടൈം ഫാക്ടർ അല്ലാത്ത ഇന്ന പീരീഡ് ഓഫ് ടൈമിലാണ് അത് കൊടുക്കുക, ഇത്ര നേരം അത് കൊടുക്കണം എന്നൊന്നുമില്ല. ഇഞ്ചക്ഷൻ ഓരോ ഏതാണ് ഡ്രഗ് അതിനനുസരിച്ച് നമ്മൾ ആ ടൈമിന് മാത്രമാണ് ഇഞ്ചക്ഷൻ കൊടുക്കുക. അപ്പോൾ ഇഞ്ചക്ഷന് പ്രത്യേകിച്ച് നമുക്ക് ടൈമൊന്നുമില്ല. പക്ഷേ ഇതിന് മെയിനായിട്ട് വരുന്ന ഇതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷനാണ്. റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഇൻട്രാമസ്കുലർ ആണ്, സബ്ക്യൂട്ടേനിയസ് ആണോ, അങ്ങനെയുള്ളതാണ് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ മെയിനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇഞ്ചക്ഷൻ ഞാൻ പറഞ്ഞിരുന്നു. മെയിനായിട്ട് മെഡിസിന് ഒരു ജസ്റ്റ് ഒരു സിറിഞ്ച് വെച്ച് നമ്മൾ കൊടുക്കണതിന് പറയണ ഇഞ്ചക്ഷൻ എന്ന് പറയാം. അതിന് 3 ഫാക്ടേഴ്സ് ഏതൊക്കെ ഉള്ളത്? സബ്ക്യൂട്ടേനിയസ്, ഇൻട്രാമസ്കുലർ, ഇൻട്രാഡെർമലാണ് 3 മെയിനായിട്ടുള്ളത്. ഓക്കെ, ഇഞ്ചക്ഷൻ മനസ്സിലായി എന്ന് വിചാരിക്കണം. നെക്സ്റ്റ് ആണ് ഇൻഫ്യൂഷൻ. ഇൻഫ്യൂഷൻ എന്ന് പറയുന്നത് ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഇത്ര ടൈമിന് കൊടുത്താൽ മാത്രമാണ് നമുക്ക് ഇൻഫ്യൂഷനായിട്ട് മാറുക. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇൻഫ്യൂഷൻ, ഇപ്പോൾ നമ്മൾ അയൺ ഡെഫിഷ്യൻസി ഒക്കെ വരുമ്പോൾ ചിലർക്കൊക്കെ ടാബ്ലറ്റ് വെച്ചൊക്കെ മാറും, ചിലർക്ക് അതും മാറാതെ ഭയങ്കര അയൺ ഡെഫിഷ്യൻസിയും അതൊക്കെ കൗണ്ടൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അയൻ്റെ മരുന്നൊക്കെ ഒരു കുപ്പിയിലാക്കിയിട്ട് ഇന്ന ടൈം കുറച്ച് ടൈം എടുത്ത് കൊടുക്കണ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, അതാണ് എന്ത് വരുന്നത് ഇൻഫ്യൂഷൻ. അതുമാത്രമല്ല, അതുപോലെ ഓരോ ഡ്രഗ് കൊടുക്കുന്നത് മിനിമം 16 മിനിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇൻഫ്യൂഷൻ കോഡ് ചെയ്യാൻ പറ്റുള്ളൂ.
ഓക്കെ, എന്തായിരുന്നു മിനിമം 16 മിനിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇൻഫ്യൂഷൻ കോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മറക്കണ്ട. പിന്നെ 16 താഴെ ആകുമ്പോൾ നമുക്ക് ഇൻട്രാവീനിയസ് പുഷ് എന്നാണ് പറയുക, IV പുഷ്. അത് 15 മീൻസ് 16 താഴെ വരെയുള്ള ഏതൊക്കെ ഡ്രഗ് കൊടുക്കുന്നത് അത് നമ്മൾ ഇൻട്രാവീനിയസ് പുഷ് ആയിട്ടാണ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇഞ്ചെക്ഷൻ പറഞ്ഞു, ഇൻഫ്യൂഷൻ പറഞ്ഞു. ആ ഇൻഫ്യൂഷൻ്റെ അപ്പോൾ ഇഞ്ചെക്ഷൻ്റെ നമ്മൾ ആകെ നമുക്ക് പറഞ്ഞത് എന്താ, റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ മാത്രമാണ് മെയിനായിട്ട് വരുന്നുള്ളൂ. അതേപോലെ ഇൻഫ്യൂഷനിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കോഡിങ് ഫാക്ടേഴ്സ് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ ടൈം ഓഫ് ഇൻഫ്യൂഷൻ പറഞ്ഞ്, പിന്നെ ഐഡൻറ്റിഫൈ ഇഫ് ദർ ഈസ് സീക്വൻഷ്യൽ ഓർ കൺകറൻറ്റ് ഇൻഫ്യൂഷൻ, സീക്വൻഷ്യലോ കൺകറൻറ്റ് ഇൻഫ്യൂഷനോ ഉണ്ടോയെന്നുണ്ടെങ്കിൽ. അതേപോലെ അത് ആഡ് ഓൺ കോഡായിട്ടാണ് നമ്മൾ സീക്വൻഷ്യൽ കൊടുക്കുക. അതേപോലെ കൺകറൻറ്റും ആഡ് ഓൺ കോഡായിട്ടാണ് കൊടുക്കുക. ഇതിൻ്റെ കോഡ് റേഞ്ചസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. എന്താണ് സീക്വൻഷ്യൽ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഡ്രഗ് എ കൊടുത്തു എന്ന് വിചാരിക്കുക. ഡ്രഗ് എ കൊടുത്ത് കഴിയുന്നതോടുകൂടി അടുത്ത ഡ്രഗ് ബിയും കൊടുക്കുക. അങ്ങനെ അതാണ് സീക്വൻഷ്യൽ ഇൻഫ്യൂഷൻ പറയാം. ഞാൻ ഒന്ന് പറയാം. ഇൻഫ്യൂഷൻ ഓഫ് എ ന്യൂ സബ്സ്റ്റൻസ് ഓർ ഡ്രഗ് ഫോളോയിങ് ബൈ എ പ്രൈമറി ഡ്രഗ്. മീൻസ് എ കൊടുത്തു കഴിഞ്ഞിട്ട് ബി കൊടുക്കണം. എ കൊടുത്തു കഴിഞ്ഞ ടൈമിൽ നമ്മൾ ബിയും കൂടി കൊടുക്കണേന്ന് പറയണം സീക്വൻഷ്യൽ. കൺകറൻറ്റ് എന്ന് പറയുമ്പോൾ എയും ബിയും ഒരുമിച്ച് ഡ്രഗ് ഒരുമിച്ച് കൊടുക്കണതിന് പറയണതാണ് കൺകറൻറ്റ് പറയണത്. ഓക്കെ, നമ്മൾ ഇഞ്ചെക്ഷൻ പറഞ്ഞു. ഇഞ്ചെക്ഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ മാത്രം അതിന് മെയിനായിട്ട് വരണുള്ളൂ. അതേപോലെ ഇൻഫ്യൂഷന് നമുക്ക് എന്ത് വരണം, ടൈമും വരുന്നുണ്ട്. മിനിമം 16 മിനിറ്റാണ് വരിക, അതാണ് ഇൻഫ്യൂഷൻ. അല്ലാതെ അതിന് താഴെയുള്ള പറയണ IV പുഷ്, ഇൻട്രാവീനിയസ് പുഷ് എന്ന് പറയണം. ഓക്കെ, പിന്നെ എന്ന് പറയണത് ഞാൻ പറഞ്ഞതാണ്, ഈ ഇൻഫ്യൂഷനിൽ സീക്വൻഷ്യലുണ്ട്, കൺകറൻറ്റ് ഉണ്ട്. സീക്വൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഡ്രഗ് എ കഴിഞ്ഞിട്ട് ബി കൊടുക്കുക. കൺകറൻറ്റ് എന്ന് പറഞ്ഞാൽ ഡ്രഗ് എയും ബിയും ഒരുമിച്ച് കൊടുക്കുക. ഓക്കെ, അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി അടുത്തത് ഹൈഡ്രേഷനും വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലോട്ട് പോവാം അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹൈഡ്രേഷനാണ് പറയുന്നത്. ഹൈഡ്രേഷൻ എന്ന് വെച്ചാൽ ഒരു ഡ്രഗൊന്നല്ലാതെ ജസ്റ്റ് ഫ്ലൂയിഡ്സോ ഇലക്ട്രോലൈറ്റോ ഒക്കെ നമ്മൾ ശരീരത്തിലേക്ക് കൊടുക്കണതിന് പറയുന്നതാണ് ഹൈഡ്രേഷൻ. ഇതിനും ടൈം ഒരു ക്രൈറ്റീരിയയാണ്. ഇപ്പോൾ ഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ അതിന് കീവേഡായിട്ട് ഇപ്പോൾ നോർമൽ സലൈൻ കൊടുക്കണം, നമ്മുടെ ശരീരത്തേക്ക് സലൈൻ വാട്ടർ കൊടുക്കണം. മീൻസ് സലൈൻ്റെ കുറവ് വരുമ്പോൾ സലൈൻ വാട്ടർ കൊടുക്കണം. അതിന് ഓരോ പീരീഡ് ഓഫ് ടൈമിൽ കൊടുക്കണതിന് പറയുന്ന ഹൈഡ്രേഷൻ. അത് വിത്തൗട്ട് എനി ഡ്രഗ്സ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ ഓരോന്നിൻ്റെ കോഡ് റേഞ്ചസും കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൈഡ്രേഷനിലോട്ട് കടക്കാം. ഹൈഡ്രേഷൻ്റെ മെയിൻ ആയിട്ടുള്ള 2 കോഡ്സ് വരുന്നത്, നിങ്ങൾക്ക് ഇതിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ സൈഡിൽ റൈറ്റിങ്സ് ആയിട്ടും കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടിയും ഇതിനെക്കുറിച്ചിട്ട് ഒരു നോളജ് വരും കേട്ടോ. അപ്പോൾ ഹൈഡ്രേഷൻ്റെ 2 കോഡ്സ് എന്താണ് വരുന്നതെന്ന് വെച്ചാൽ 96360 96361 ആണ് മെയിനായിട്ട് ഹൈഡ്രേഷൻ്റെ വരുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ഒരുമിച്ച് നോക്കാം. ഈ 96360 എന്ന് പറയുന്നത് ഫസ്റ്റ് 1 അവറിന് കൊടുക്കുന്നതാണ് 96360 എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ഈ ഹൈഡ്രേഷൻ കോഡ് ചെയ്യണമെന്ന് വെച്ചാൽ മിനിമം 31 മിനിറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഹൈഡ്രേഷൻ്റെ കോഡ് കൊടുക്കാൻ പറ്റുക കേട്ടോ. മിനിമം 31 മിനിറ്റ് ഉണ്ടെങ്കിലാണ്, അത് ഓരോ അവറിലും. അതാണ് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പോൾ 96360 നമ്മൾ ഫസ്റ്റ് 1 അവറിന് കൊടുത്തു. നെക്സ്റ്റ് 1 അവറിൽ നെക്സ്റ്റ് 1 അവറിൽ ആ 31 മിനിറ്റ് കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് അഡീഷണൽ കോഡായ 96361 കൊടുക്കുക. അതെന്ന് പറഞ്ഞാൽ ഫോർ ഈച്ച് അഡീഷണൽ ഹവർ അതെങ്ങനെ കൊടുക്കണമെന്ന് ഞാൻ ഒന്നും കൂടിയും പറയാം. മിനിമം 31 മിനിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ 96360 കോഡ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ അതിലും ഇതിൻ്റെ അഡീഷണൽ കോഡ്സിലും ആ 31 മിനിറ്റ് കംപ്ലീറ്റ് ആവണം. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം, ഒരു എക്സാമ്പിളിൽ പോവാം. ഓക്കെ, ഞാൻ സൈഡിൽ അതിൻ്റെ ഇത് എഴുതി കാണിച്ചു കൊടുക്കാം കേട്ടോ. A patient is seen at our facility because of dehydration due to continuous nausea with vomiting. She is given a prepackaged solution of normal saline with potassium added to the bag which was prepared by pharmacy. The hydration is administered for an hour and 30 minutes ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് പറയണത്? ഹൈഡ്രേഷനും മീൻസ് നോസിയയും വോമിറ്റിങ്ങും ഡീഹൈഡ്രേഷൻ കാരണം ആ കുട്ടിക്ക് നോസിയയും വോമിറ്റിംഗ് കാരണം
വന്നിക്കാണ്. അപ്പോൾ അവർ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ നോർമൽ സലൈൻ. അപ്പോൾ നോർമൽ സലൈൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഈ നോർമൽ സലൈനൊക്കെ നമ്മൾ എന്താ ഹൈഡ്രേഷൻ്റെ ഒരു കീവേഡായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കേണ്ട ഹൈഡ്രേഷൻ്റെ കോഡാണ്. ഇപ്പോൾ 96360 അല്ലെങ്കിൽ 96361 ആണ് കൊടുക്കേണ്ടതെന്ന് നമുക്കറിയാം. അപ്പോൾ അതിന് ടൈം ഒരു ഫാക്ടറാണെന്ന് ഞാൻ പറഞ്ഞ ഹൈഡ്രേഷനിൽ 1 hour and 30 minutes. അതെന്ന് പറയുക 1 hour 30 minutes ആണ് നമ്മൾ ഇതിൽ അവർ കൊടുത്തിരിക്കണമെന്നുണ്ട്. അപ്പോൾ ഇതിലെങ്ങനെ നമ്മൾ കോഡ് ചെയ്യുക? 1 hour 30 minutes എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 1 hour ഓക്കെ എല്ലാം 31 minutes ഒക്കെ കഴിഞ്ഞ കാരണം നമുക്ക് പ്രശ്നമില്ല. 1 hour എന്ത് കോഡ് ഇത് 96360 കോഡ് ചെയ്ത്. നെക്സ്റ്റ് 1 hour 30 minutes പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ കോഡ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അഡീഷണൽ കോഡ്സിനായാലും മിനിമം 31 minutes ഉണ്ടെങ്കിലാണ് ഹൈഡ്രേഷൻ്റെ കോഡ് കൊടുക്കുക. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? 96360 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഹൈഡ്രേഷൻ മറക്കണ്ട, മിനിമം 31 minutes ഉണ്ടെങ്കിലാണ് നമ്മൾ കോഡ് ചെയ്യുക. അടുത്ത് നമുക്ക് ഇൻഫ്യൂഷൻ്റെ ഗൈഡ് ലൈൻസ് നോക്കാം. ഇൻഫ്യൂഷൻ ഇതേപോലെ തന്നെ 96365 എന്ന് പറഞ്ഞാൽ ഫോർ ഫസ്റ്റ് 1 hour, അതേപോലെ 96366 എന്ന് പറയുന്നത് ഫോർ അഡീഷണൽ ഹവേഴ്സിന്. അപ്പോൾ ഇതിലും ഏകദേശം ഹൈഡ്രേഷനെ പോലെ തന്നെ, പക്ഷേ ഇതിൽ ഫസ്റ്റ് മിനിമം ഈ കോഡ് കൊടുക്കാൻ എന്താണ് 16 minutes ആണ് മിനിമം ഇൻഫ്യൂഷന് കോഡ് ചെയ്യുക. ടു റിപ്പോർട്ട് 96365 മിനിമം ഓഫ് 16 minutes ഇൻഫ്യൂഷൻ മസ്റ്റ് ബി നീഡഡ്. മിനിമം ഓഫ് 16 minutes മതി ഏത് ഫസ്റ്റ് കോഡ് കൊടുക്കാൻ, ഏത് 96365 കൊടുക്കാൻ മിനിമം എന്ത് മതി? 16 minutes മതി. പക്ഷേ ടു റിപ്പോർട്ട് 96366 ഞാൻ പറയുന്നത് അഡീഷണൽ ഹവറിന് കൊടുക്കണത് അതിന് നേരത്തെ ഹൈഡ്രേഷനെ പോലെ തന്നെ 31 minutes വേണം. ഓക്കെ, അപ്പോൾ 96365 എന്ന് പറഞ്ഞാൽ ഫോർ ദ ഫസ്റ്റ് 1 hour അതെന്ന് പറയുന്നത് നമുക്ക് 16 minutes മതി. ബട്ട് 96366 കോഡ് ചെയ്യണമെങ്കിൽ ഫോർ ഈച്ച് അഡീഷണൽ ഹവർ ആണ് അത് കോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഹൈഡ്രേഷനെ പോലെ തന്നെ 31 minutes മാൻഡേറ്ററി ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളും നമുക്ക് നോക്കാം അല്ലേ. ഇതിൽ എ പേഷ്യൻ്റ് ഈസ് അഡ്മിറ്റഡ് വിത്ത് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ അറ്റ് 8 AM ആൻഡ് ഇൻഫ്യൂഷൻ ഓഫ് ലാസ്റ്റ് 6 വാസ് സ്റ്റാർട്ടഡ് ആൻഡ് എൻഡഡ് അറ്റ് 10:20 PM ആണ്. അപ്പോൾ ഇതിൻ്റെ ടൈം ഫാക്ടറാന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലെന്താ 8 AM to 10:20 എന്ന് പറയണത് എന്താണ്? 8 AM to 10:20 എന്ന് പറയണത് 2 മണിക്കൂറും 20 minutes ആണ് വരിക അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു? ഫസ്റ്റ് 1 hour നമുക്ക് എന്ത് കൊടുക്കാം? 96365 എന്നുള്ള കോഡ് കൊടുക്കാം. നെക്സ്റ്റ് 1 hour അഡീഷണൽ ഹവറിൽ അത് 31 minutes കംപ്ലീറ്റഡ് ആണ്, പ്രശ്നമല്ല. അപ്പോൾ 96366 എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് കൊടുക്കാം. അടുത്തത് 8 to 10:20 എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത 20 minutes ആണ്. അടുത്ത 20 minutes നമുക്ക് കോഡ് കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ എന്നെ പറയും, കമൻറ്റ് ചെയ്യൂ. നമുക്ക് കോഡ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, കോഡ് കൊടുക്കാൻ പറ്റില്ല. എന്താ? മിനിമം 31 minutes ആണ് നമുക്ക് അഡീഷണൽ ആയിട്ട് കൊടുക്കാനുള്ളത്. 16 minutes ഉണ്ടെങ്കിൽ നമുക്ക് 96365 കോഡ് ചെയ്യാം. 9636 എന്ന് പറഞ്ഞാൽ ഓരോ അഡീഷണൽ ഹവറിനാണ് കൊടുക്കുക. പക്ഷേ ആ ഒരേ അഡീഷണൽ ഹവറിൽ 31 minutes കംപ്ലീറ്റ് ആവണം. ഇവിടെ 8 മണി to 10:20 ആണ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു? ഫസ്റ്റ് ഇതിന് 96365 കൊടുത്തു, രണ്ടാമത്തെ ഹവറിന് നമ്മൾ 9636 കൊടുത്തു, മൂന്നാമത്തേൽ 20 minutes വന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് കോഡ് കൊടുക്കേണ്ട. അപ്പോൾ സോ ദ ആൻസർ ഈസ് 96365 ആൻഡ് 96366. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ഹൈഡ്രേഷൻ കഴിഞ്ഞു, ഇൻഫ്യൂഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ഇൻട്രാവിനിയസ് പുഷും കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് ഈ സെഷൻ നിർത്താം. ഓക്കെ, അതും കൂടി നമുക്ക് നോക്കാം അല്ലേ. സോ നമുക്ക് ഇൻട്രാവീനിയസ് പുഷിൻ്റെ ഗൈഡ് ലൈൻസും കൂടി നോക്കാം. ഓക്കെ, അതിൻ്റെ കോഡ് റേഞ്ചസിലേക്ക് നോക്കിയാലോ. അതിൽ ഫസ്റ്റ് വരുന്ന കോഡ് എന്ന് പറഞ്ഞാൽ 96374 ആണ്. 96374 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഡ്രഗ്. നമ്മൾ എപ്പോഴാണ് ഈ 96374 യൂസ് ചെയ്യുന്നത് മറക്കണ്ട. 16 minutes താഴെയാവുമ്പോഴാണ് നമ്മൾ ഇൻട്രാവീനിയസ് പുഷായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. 15 minutes അങ്ങനെ അതിൻ്റെ മീൻസ് താഴേക്ക് വരുമ്പോഴാണ് നമ്മൾ ഇൻട്രാവീനിയസ് പുഷായിട്ട് നോക്കുക. 16 minutes കഴിഞ്ഞാൽ അത് ഇൻഫ്യൂഷനായിട്ടാണ് നമ്മൾ കോഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ക്ലിയർ ആയില്ലേ. അടുത്തത് 96375 എന്ന് പറയുന്നത് ഫോർ ഈച്ച് അഡീഷണൽ ന്യൂ ഡ്രഗ്. ഇപ്പോൾ ഒരു ഡ്രഗ് കൊടുത്തു, പിന്നെ എക്സ്ട്രാ വേറെ ഡ്രഗ് കൊടുക്കുക എന്ന് വെച്ചാൽ നമുക്ക് 96375 യൂസ് ചെയ്യാം. അതേപോലെ 96376 എന്ന് പറഞ്ഞാൽ ഫോർ സീക്വൻഷ്യൽ ഇൻഫ്യൂഷൻ ഓഫ് ഇനീഷ്യൽ ഡ്രഗ്.
സീക്വൻഷ്യൽ ഇൻഫ്യൂഷൻ ഓഫ് ഇനീഷ്യൽ ഡ്രഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഒരു ഡ്രഗ് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് വേറെ 2 ഡ്രഗ് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫസ്റ്റത്തെ ഇനീഷ്യൽ ഡ്രഗ് കൊടുക്കണതിന് പറയുന്നത് കൊടുക്കുമ്പോഴാണ് ഏത് കോഡ് ചെയ്യുക 96376 എന്ന് പറഞ്ഞിട്ടുള്ള കോഡ്. പക്ഷെ അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് മിനിമം 30 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രം 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ സീക്വൻഷ്യലായിട്ട് ഇനീഷ്യൽ ഡ്രഗ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് 96376 കോഡ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് കോഡ് ചെയ്യാൻ പാടില്ല. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനീഷ്യൽ ഡ്രഗിൻ്റെ കോഡ് 96374. അതിൽ എക്സ്ട്രാ ന്യൂ ഡ്രഗുകൾ കൊടുക്കുമ്പോൾ 96375. ഇനീഷ്യൽ ഡ്രഗ് തന്നെ സീക്വൻഷ്യലായിട്ട് മിനിമം 30 മിനിറ്റ് ഗ്യാപ്പ് വെച്ചിട്ട് കൊടുത്തുന്നുണ്ടെങ്കിൽ 96376 കോഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി നോക്കാം, അതും ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. പേഷ്യൻറ്റ് വിത്ത് ഡയഗ്നോസിസ് ഓഫ് ബാക്ടീരിയൽ എൻറൈറ്റിസ് ഈസ് അഡ്മിറ്റഡ് ടു ദ ഔട്ട് പേഷ്യൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വിത്ത് ഓർഡേഴ്സ് ഓഫ് ഇൻഫ്യൂഷൻ IV Livaquin from 1 p.m. to 1:15 p.m. Also infused Demerol and Reglan IV push sequentially. After the above medication were infused, Livaquin is again administered from 2 p.m. over 10 minutes. എന്താ പറയുന്നതെന്ന് വെച്ചാൽ 1 മണി മുതൽ 1:15 വരെ ആദ്യം ലിവാക്വിൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവരെ വേറെ 2 ഡ്രഗ് കൊടുത്തു, ഡെമറോളും റീഗ്ലാനും കൊടുത്തു. അത് കഴിഞ്ഞ് 2 മണി ആയപ്പോൾ എന്ത് കൊടുത്തു, വീണ്ടും ലിവാക്വിൻ കൊടുക്കുകയാണ്. 10 മിനിറ്റോളം ലിവാക്വിൻ കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് എന്താ നമ്മൾ കൊടുക്കുക, 1 മണി മുതൽ 1:15 വരെ ലിവാക്വിൻ കൊടുത്തതെന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ഇൻഫ്യൂഷനായിട്ട് കൊടുക്കാൻ പറ്റില്ല. 15 മിനിറ്റാണ് എന്ത് കൊടുക്കുക, എന്താണ് നമ്മൾ കൊടുക്കുക, ഇൻട്രാവീനിയസ് പുഷായിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് കോഡ് കൊടുക്കും, 96374 നമുക്ക് കൊടുക്കാം അല്ലെ, ഇനീഷ്യൽ ഡ്രഗ് ഉള്ള നിലക്ക് നമുക്ക് അത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഡെമറോളും റീഗ്ലാനും കൊടുത്തു. 2 ഡ്രഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അഡീഷണൽ കോഡ് 96375 ആയ അഡീഷണൽ കോഡ് എന്ത് വേണം, *2 കൊടുക്കണം. 2 എണ്ണം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 2 മണിക്കാണ് എന്ത് കൊടുക്കണം, വീണ്ടും ലിവാക്വിൻ കൊടുക്കണം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എത്ര 45 മിനിറ്റ് ഗ്യാപ്പ് വരുന്നുണ്ട്. നമുക്ക് മിനിമം 30 മിനിറ്റ് ഉണ്ടെങ്കിൽ വീണ്ടും ലിവാക്വിൻ കൊടുക്കുമ്പോൾ നമുക്ക് സീക്വൻഷ്യലായ ഏത് കോഡ് കൊടുക്കാൻ പറ്റും, 96376 കോഡ് കൊടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ബുക്ക് ഉണ്ടെങ്കിൽ കയ്യിൽ ബുക്ക് വെച്ചിരുന്നോളൂ കേട്ടോ. അപ്പോൾ ഈ കോഡ് റേഞ്ചസ് ഒക്കെ പറയുമ്പോൾ ഒന്നും കൂടി വ്യക്തമാവും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ വരിക, 96374, അതേപോലെ 96375 *2 വരും, അതേപോലെ 96376. ഇതാണ് മെയിൻ ഇതിൻ്റെ കോഡ്സ് വരിക. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ മെയിനായിട്ട് ഹൈഡ്രേഷൻ പറഞ്ഞു, ഇൻഫ്യൂഷൻ പറഞ്ഞു, ഇൻട്രാവീനിയസ് പുഷ് പറഞ്ഞു, ഓരോന്നിൻ്റെ ഗൈഡ് ലൈൻസ് പറഞ്ഞു, അതിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞു. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ മറക്കണ്ട, നമ്മുടെ ഇൻഡസ് ടോക്സ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോട്. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഇത് യൂസ്ഫുൾ ആവും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഇതിൻ്റെ പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അതുപോലെ ജോബ് ഡ്രൈവും നെക്സ്റ്റ് ബാച്ചും മറക്കണ്ട.